ഹായ് മച്ചാമാരെ, അപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. നമ്മുടെ കൈപ്പെട്ട് വരുന്ന ഏഴംകുളം പോകുന്ന സ്ഥലത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷൻ വന്നിട്ട് നേരെ ചന്ദനപ്പള്ളിയൊക്കെ പോകുന്ന റൂട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം രണ്ട് സൈഡിലും കണ്ടവും പിന്നെ നമ്മുടെ ഒരു ആലപ്പുഴയിലെ ആ ഒരു ഫീലിംഗാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കാര്യമുണ്ട്. നമ്മുടെ അനിയന്മാർ രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു വീട് മേടിച്ചു. അപ്പോൾ അതിൻ്റെ കയറിത്താമസമായിരുന്നു ഇന്നലെ. നല്ല കിടിലമായിട്ട് അത് നടന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അതല്ലേ ഇപ്പോൾ പോയിട്ടോ. പിള്ളേർ രണ്ടും പഠിക്കാൻ പോകും. പിന്നെ അമ്മായി മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്നറിയാം, വരുന്ന എത്ര മണിക്കാണെന്നറിയാം? അവൻ വരുന്ന രാത്രി 10 മണി 11 മണിയാവും. അവൾ വന്ന് തൊഴിൽ വരുമ്പോൾ 2 പിള്ളേർക്കുള്ള കൂട്ടാൻ വെച്ച് ചോറ് വെച്ച് പോയി. സമയം നമ്മുടെ ഇവിടെ സമയമുണ്ട്. ചുമ്മാതെ വായി നോക്കിയിരിക്കുകയല്ല. ആരെങ്കിലും 10 രൂപ നോക്കി പിന്നെ അരിക്കൂടെ വെച്ചാൽ കാണാൻ വാങ്ങിക്കാൻ പറയുന്നത്. അനിയും പിള്ളേക്ക് വേറെ വരുന്നില്ല. രണ്ടുപേരും കൂടെ അച്ഛൻ പിടിക്കാൻ പോയ ഒന്നും അത് പൊട്ടിക്ക് അപ്പഴ Kayaknya kan? Atas tuh
അപ്പുറത്ത് കിഴക്ക് വശം അങ്ങോട്ട് വെച്ചോ. ഫോട്ടോ എടുക്കാൻ ആ വയ്യ. തിരിച്ചു അവിടെ തന്നെ. അത് കർപ്പൂരത്തെ കത്തരുത് അത് കത്ത് മാറ്റി കളഞ്ഞു. ഇവിടെ വലത് കൈക്ക് വരും അക്കരെ തിരി കത്തിച്ചേരുന്നത്. നീര് കത്തിച്ച് വരുന്നത് വലത് കൈക്ക് വരും. അടുത്ത കത്തിക്കറി തീരടി മോനെ ചെറുതായിട്ട്. ഒരു കർപ്പൂരം വെച്ചു കൊടുക്ക്. അവിടെ നിക്കേ എന്തെയ്യുന്നത് അറിയത്തില്ലേ? ആ ഒഴിച്ചോ. പാല് തൂവണോ അതിന് മാത്രം ഒഴിക്കണേ പാല്. വലിയ കലവാ. തൂവത്തില്ലെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്. ആ എന്നാ അവൻ കറവ് വെക്ക്. ഇത് തീ പിടിക്കട്ടെ കുഞ്ഞമ്മ എന്നിട്ട് നമ്മുടെ തെളിഞ്ഞിട്ട് പോകാൻ ഇനി ബാക്കി പരിപാടിയൊക്കെ നിങ്ങളെ ഞങ്ങളെ പരിപാടി ഡിപ്പാർട്ട്മെന്റ് ഇളക്കല്ലോ അത് അവിടെ അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടല്ല പോയി. അപ്പം മച്ചാന്മാരെ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. ഒരു വീട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാറ് എല്ലാവരും ഒരു സ്വപ്നമാണ്, വണ്ടിയൊക്കെ മേടിക്കുന്നതൊക്കെ. അപ്പം അമ്മമാരുടെ ആഗ്രഹം, രണ്ടുപേരുടെ ആഗ്രഹം പൂവണിഞ്ഞു. അപ്പം നമുക്കൊരു വീടൊക്കെ വേണ്ടേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻസ് ഒന്ന് ഇട്ട് തകർത്തേക്കണം. അപ്പോൾ ഈ നമ്മളൊരു 2-3 ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ല. ഇതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഒക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് നമ്മൾ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ പുറമേയൊക്കെ നമ്മൾ നടന്നുകൊണ്ടാണ്. അറിയാമല്ലോ, എല്ലാവർക്കും ഒരു വീട് മേടിക്കാനും ഒരു സ്ഥലം മേടിക്കാൻ നടക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അമ്മമാരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യമാണ്. ഇനി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്തൊരു കിടിലം വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.